കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ പാപ്പാനിയെ കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആര്യയുണ്ട് വിവരങ്ങൾ നൽകാൻ. ആര്യ, പാപ്പാനിയെ കത്തിച്ചു കഴിഞ്ഞു. ഇനി എത്ര നേരം കൂടി അവിടെ ആഘോഷ പരിപാടികൾക്ക് അനുവാദമുണ്ട്? തീർച്ചയായിട്ടും ദിവ്യ, 12 മണി അടുത്തതോടെ തന്നെ പാപ്പാജിയെ കത്തിച്ച് നിമിഷങ്ങൾക്കകം തന്നെ പാപ്പാജിയെ കത്തിപ്പെടുന്നു എന്നുള്ളതാണ്. പുതുവർഷം പിറന്നിരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിന്റെ പ്രതീകമെന്നോണമാണ് ഈ ഒരു പാപ്പാജിയെ കത്തിക്കുന്നത്. പഴയ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മാറി നിന്ന് ഇനിയൊരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ താൽക്കാലികമായ പരിപാടികളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എല്ലാവരും മടങ്ങുന്ന ആ ഒരു രീതിയിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാവരും പരസ്പരം സ്നേഹം കൈമാറിയും വിശ്വാസം കൈമാറിയും ഒക്കെ ആ ഒരു ആഘോഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത നിമിഷങ്ങളോട് കൂടി തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഈ ഒരു ഗ്രൗണ്ട് കാലിയാവും എന്നുള്ളതാണ്. ഇപ്പോഴും പരേഡ് ഗ്രൗണ്ടിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ അടുത്ത കൂട്ടുകൂടേണ്ട ആ ഒരു സ്ഥലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിശേഷമാണ് പങ്കുവയ്ക്കാനുള്ളത്. ശരി, അപ്പോ ആര്യ വിഷയം മറന്നു. ഹാപ്പി ന്യൂ ഇയർ. ആര്യ കേട്ടില്ലേ? എന്റെ ന്യൂ ഇയർ വിഷ് കേട്ടില്ലേ? ഹാപ്പി ന്യൂ ഇയർ ദിവ്യ. ആദ്യം വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ദിവ്യക്കും പ്രേക്ഷകർക്കും വേണ്ടിയിട്ടൊക്കെ. ശരി, എന്തായി അവിടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഈ പാപ്പാനിയെ കത്തിച്ചതിന് പിന്നാലെ ആളുകളൊക്കെ മടങ്ങി തുടങ്ങിയിട്ടുണ്ടോ? വലിയൊരു ഗതാഗത കുരുക്ക് തന്നെ ആയിരിക്കുമല്ലേ ഇന്നിപ്പോൾ ഇനി ഈ രാത്രിയൊക്കെ സിറ്റിയിലും? ആളുകളൊക്കെ തന്നെ മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ പടക്കങ്ങൾ പൊട്ടുന്ന ആ ഒരു വ്യൂ ആണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എങ്ങനെ വീട്ടിലേക്ക് എത്താം, തിരിച്ചു പോകാം എന്നുള്ള ഒരു ആശങ്കയായിരിക്കാം എല്ലാവർക്കും ഉള്ളത്. എന്നിരുന്നാലും ഇന്നത്തെ ആഘോഷം അതിന്റെ സമാപ്തിയിലേക്ക്, അതിന്റെ വലിയ രീതിയിലുള്ള ആഘോഷത്തിലേക്ക് തന്നെയാണ്. കാരണം ഇത്രയും ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, യാതൊരു സുരക്ഷയും യാതൊരു വീഴ്ചയും ഇല്ലാതെ അത്രയും സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോലീസും സംവിധാനങ്ങളും ഔദ്യോഗിക വൃത്തങ്ങളും ഒക്കെ തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെയാണ് ഈ ഒരു ന്യൂ ഇയർ ആഘോഷം കടന്നുപോയത്. അതിലുള്ള സന്തോഷവും പങ്കുവയ്ക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ മേയറും അതുപോലെ തന്നെ കളക്ടറും ഒക്കെ നമുക്ക് കുറച്ച് നേരത്തെയാണ് വിശ്വാസമൊക്കെ പറഞ്ഞത്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ഈ ഒരു ന്യൂ ഇയർ ആഘോഷത്തിൽ ഫോർട്ട് കൊച്ചിയിൽ വന്ന് ചേർന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്കൊപ്പം നമുക്കറിയാം, കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം മുതലുള്ള ജനങ്ങൾ ഈ ഒരു സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ വിദേശത്തു നിന്നും നിരവധി ആളുകൾ തന്നെയാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇപ്പോൾ 12 മണിയോടുകൂടി തന്നെ പാപ്പാഞ്ഞി കത്തിയമർന്ന്, അതോടുകൂടി തന്നെ നമ്മൾ 2025 വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ കത്തിയമർന്നിട്ടുണ്ട്. ഇനിയൊരു പുതിയ വർഷത്തിലേക്ക് സന്തോഷത്തോടു കൂടി നമ്മൾ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് തന്നെ കാലെടുത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയി മടങ്ങേണ്ട ആ ഒരു സാഹചര്യത്തിലേക്കാണുള്ളത്. ഒരു 2 മണിക്കൂർ എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഗ്രൗണ്ട് ഒന്ന് ഫ്രീ ആവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അത്രയും ആളുകളാണ് ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പതിയെ അവരുടെ വീടുകളിലേക്കൊക്കെ എത്തേണ്ട സാഹചര്യമാണ്. ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. അതേ സംവിധാനത്തോടു കൂടി തന്നെ ഇങ്ങോട്ട് എങ്ങനെയാണോ പ്രവേശിപ്പിച്ചത്, എന്തൊക്കെ നിയന്ത്രണങ്ങളാണ്, എന്തൊക്കെ സുരക്ഷകളാണ് ഒരുക്കിയിരുന്നത്, അതേ നിയന്ത്രണങ്ങളോട് കൂടി തന്നെയായിരിക്കും ഇവരെയൊക്കെ വീട്ടിലേക്ക് മടക്കി അയക്കേണ്ട ഉത്തരവാദിത്വം എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് നടത്തിയത്. ഇനിയുള്ള നിമിഷങ്ങൾ എല്ലാവരും ഈ ഒരു ആഘോഷങ്ങളും വിശ്വസും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ്.